Watch full episodes on Jio Hotstar. ആ ബോക്സ് അവിടെ തന്നെ വെക്കുന്നതാണ് നിനക്ക് നല്ലത്. പറയുന്നത് അനുസരിച്ചോ? എന്താ നീ മോട്ട് പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? നിനക്ക് പുറത്ത് കിടക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ അടച്ചു കഴിഞ്ഞു. അതെ, ഇനി അഥവാ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ കാണുന്ന ജനലിൽ കൂടെ വേണം ചാടാൻ, അല്ലേ പത്ലു? ഗുഡ് ഐഡിയ. മോട്ടോ വേഗം എന്തെങ്കിലും ചെയ്യ, അവനതാ പോകുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ, വാ നമുക്ക് അവന്റെ പിന്നാലെ പോകാം. എങ്കിൽ ശരി, വരൂ. എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നേ? ഞാൻ ഉദ്ദേശിച്ചത് ലിഫ്റ്റിലൂടെ താഴെ ചെന്ന് അവനെ പിന്തുടരാമെന്നാ. നിനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഐഡിയ. അപ്പൊ നിങ്ങൾ ഇത്ര വലിയ പെട്ടിയില് സമോസയാണോ സൂക്ഷിച്ചു വെച്ചിരുന്നത്? എന്ത് ചെയ്യാനാ കള്ളച്ചങ്ങായി? ദുബായിൽ നല്ല സമോസകളൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ടാ ഫുർഫുറി നഗരത്തിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നത്. ശരി, ബൈ ബൈ. വേഗം വന്ന് ഈ കൊടയിൽ പിടിക്കുക, അല്ലെങ്കിൽ താഴേക്ക് വീഴും. എന്റെ സമൂസ എനിക്ക് തന്നെ വേണം. ഇല്ല, എന്റെ സമൂസ എനിക്ക് വേണം. ഞാൻ ഇവന് വെറുതെ വിടില്ല. എന്റെ സമൂസതാ, എന്റെ സമൂസതാ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. സമൂസതാ, എന്റെ സമൂസതാ. വെറുതെ വിടില്ല തന്നെ ഞാൻ. എന്താ ചെയ്യുന്ന മോട്ടോ? ഒന്ന് എഴുന്നേൽക്ക, എഴുന്നേൽക്ക. എന്തൊരു നല്ല സ്വപ്നമായിരുന്നു. ഗംഭീരമായിരുന്നു. എന്തൊരു ഡൈവായിരുന്നു എന്റെ. ഡൈവൊക്കെ നന്നായിരുന്നു, പക്ഷെ എന്റെ വയറ് പഞ്ചറാക്കിയില്ലേ നീ? വരൂ, എനിക്ക് വിശന്നിട്ട് വയ്യ. ചായക്കട ചേട്ടന്റെ അടുത്ത് ചെന്ന് നല്ല ചൂടുള്ള സമൂസ കഴിക്കാം. അതിന് അയാൾ ഇന്നലെ മുതൽ നമ്മളെ തപ്പി നടക്കുക. പഴയ കണക്ക് ഇതുവരെ നമ്മളെ കൊടുത്ത് തീർത്തിട്ടില്ല. അയാളെങ്ങാനും നമ്മളെ കാണുകയാണെങ്കിൽ നമ്മളെ അയാൾ സമൂസാക്കി കളയും. ചായക്കട ചേട്ടൻ വന്നിരിക്കുന്നു, നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാം. പത്ലു, ഈ ചായക്കട ചേട്ടന്റെ കാലെങ്ങനെ പെട്ടെന്ന് ഇത്ര ചെറുതായി?
നീ നിന്റെ പെങ്ങളെ മുന്നിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ ആരുടെ പെങ്ങന്മാരുടെ കയ്യിൽ നിന്ന് ഇതുവരെ പൈസ മേടിച്ചിട്ടില്ല. മുന്നി നീയോ ഇത് എന്തായി കൊണ്ടുവന്നിരിക്കുന്നത്? ചോട്ടു രാവിലെ തന്നെ എന്നെ കൊണ്ട് സമൂസ ഉണ്ടാക്കിപ്പിച്ചിരിക്കാം. അത് അമ്മാവന്റെ ഒപ്പം കഴിക്കും. സമൂസയോ? രാവിലെ തന്നെ ഇങ്ങനെ സമൂസ കിട്ടുകയെന്ന് വെച്ചാ അന്നത്തെ ആ ദിവസം തന്നെ അടിപൊളിയല്ലേ? ഇവൻ എന്റെ അനന്തരവൻ തന്നെ. എന്റെ എല്ലാ ഇഷ്ടങ്ങളും ഇവൻ അറിയാം. നീ വെറും ഒരു പേരിനാ പെങ്ങള്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? നമുക്ക് സമൂസ കഴിക്കണ്ടേ? എനിക്കിങ്ങനെ കാത്തിരിക്കാൻ വയ്യട്ടോ. ശരി ചോട്ടു, ഞാൻ ഇവിടെ നിന്ന് ആക്രമിച്ചോളാം, നീ അവിടെ നിന്ന് ആക്രമിച്ചോളൂ ട്ടോ. ആക്രമിക്കൂ. ഈ മാമനും അനന്തരവനും ഒരു വ്യത്യാസവും ഇല്ല. സമൂസ എന്ന് കേട്ടാ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് വിചാരമില്ല. ചോട്ടൂനാണെങ്കിൽ അവന്റെ മാമനെ കുറിച്ച് പറയുമ്പോ 100 നാവാ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അവസ്ഥ. ചോട്ടുവിനെ കുറിച്ച് പറയാൻ മോട്ടുവിന് 1000 നാവാ. ഇവരുടെ ഒരു കാര്യം. എനിക്ക് കിട്ടിയേ. അല്ല ഇതെന്താ? ഈ സമൂസയിൽ എന്താ എഴുതിയിരിക്കുന്നല്ലോ? ആ ഇതില് ചോട്ടോന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ചോട്ടോന്റെ സമൂസയാ. താങ്ക് യു മോട്ടു മാമ. അല്ല മോട്ടോ, നീ ചോട്ടോനെ കുറിച്ച് എഴുതിയ കവിത അവനൊന്ന് പാടി കേൾപ്പിക്കേ. അവൻ കേക്കട്ടെ. ഓ അതോ. ചക്കര മുത്ത് പഞ്ചാര മുത്ത് ഇട്ടു വിട്ടു ചോട്ടു, നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തോട്ടാണ് സന്തോഷം. എന്റെ മാമൻ പൊന്നു മാമൻ കഷണ്ടി മോട്ടോ മാമൻ എന്റെ ഉള്ളിൽ കുടിക്കൊള്ളും ഈ സമൂസ പ്രിയം. നീ അല്ലേലും മിടുക്കനല്ലടാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നിനക്ക് ആ ചായക്കട ചേട്ടന്റെ അടുത്ത് ചെന്ന് നല്ല ചൂടുള്ള സമൂസ മേടിച്ചു തരാം. എന്തേ ബദലു? ചായച്ചേട്ടന്റെ കടം ഒരുപാടുണ്ട്. അയാൾ ഒരിക്കലും സമൂസ തരില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാനില്ല. എനിക്ക് തോന്നുന്നു ചിങ്കം സാറ് ജോൺ ദ ഡോണിനെ ചേസ് ചെയ്യാന്നാ. ഒരുപാടായി ജോൺ. ഇൻസ്പെക്ടർ ചിങ്കം വരുന്നത് വരെ നിനക്ക് ഇവിടുന്ന് ഒരാട്ടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ജോൺ തന്നെയായിരിക്കും ഡോൺ. ആർക്കാണ് എന്നെ തടയാൻ ഇത്രയ്ക്ക് ധൈര്യം? പറ, ആർക്കാണ് ധൈര്യം? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? എന്റെ ചോട്ടു, നിന്റെ മാമൻ ഇപ്പോൾ ചൂടുള്ള സമൂസ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നീ കണ്ടോ സമൂസ കഴിച്ചതിന് ശേഷം അവൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. ബോസ് പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് മാറി നിക്ക്. ഞങ്ങളെ വെറുതെ തടയാൻ നോക്കണ്ട. അത് ശരിയാ. പറക്കാൻ പോകുന്നവർ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? ആരാ ഇവിടെ പറക്കാൻ പോകുന്നേ? ആരാണെന്ന് പറയേ. The name is Chingam. ചിങ്കത്തിൽ നടന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. മോട്ടു പത്ലു പിന്നെ ചോട്ടു, നിങ്ങൾ ആരെങ്കിലും ജോൺ ദ ഡോണും കൂട്ടുകാരും രക്ഷപ്പെടുന്നത് കണ്ടോ? ജോൺ വരുന്നുണ്ട്. ചിങ്കം സാറെ മാറിക്കോ. എന്നോട് മാറിപ്പോവാൻ പറയാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? എന്നെ വീഴ്ത്താൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അത് മനസ്സിലാക്കിക്കോളൂ.
എന്റെ അമ്മോ! ഇത് മുകളിനിപ്പ എന്താ വീണത്? അവസാനം ഇവന്മാർ ചേർന്ന് എന്നെയും വീഴ്ത്തിയല്ലോ. നല്ല മണം. ഈ മോട്ടവും ചോട്ടവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഏയ് മോട്ടു, പറഞ്ഞില്ലാന്ന് വേണ്ട, സമോസയിൽ തൊട്ടാലുണ്ടല്ലോ. ചോട്ടു, നീ എത്ര വേണമെങ്കിലും എടുത്ത് കഴിച്ചോളൂ കേട്ടോ. പക്ഷെ ഈ മോട്ടുവിന് ഞാൻ ഒരു സമോസ കൂടി കൊടുക്കില്ല. എനിക്ക് വേണ്ട നിന്റെ സമൂസയൊന്നും. വാ പത്തലു. അപ്പൂപ്പ മാമന് കൊടുക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ഓ, ഈ പയ്യന്റെ ഒരു കാര്യം. ശരി, സമ്മതിച്ചു. മോട്ടു നിക്ക്, നീയും വന്ന് ചോട്ടുവിന്റെ കൂടെ വയറ് നിറച്ച് കഴിച്ചേച്ചു പോ. മോട്ടു, എന്നിട്ട് കഴിച്ചിട്ട് പോകാനാ പറഞ്ഞത്. ഒരുപാട് ജാട ഇറക്കല്ലേ. ഞാൻ കഴിക്കില്ല, കഴിക്കില്ല, കഴിക്കില്ല. അപ്പൂപ്പ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ, ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी. ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी. मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी. मोटू के पेट में भूख भरी है, टायर के जैसे भूख भरी है रे. पतलू तो मर जाए, मूंगफली से बच के निकल जाए पतली गली से. रे मोटू पतलू, रे मोटू पतलू. ഹലോ ചോട്ടു, ഞാനൊരു പുതിയ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാണാൻ വരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്ലെയിനിൽ കറങ്ങാൻ പോകാൻ പറ്റുമോ? നീ എന്ത് ചോദ്യ പോലെ ചോദിക്കുന്നേ? നമുക്കാരും കാണാത്തൊരു സ്ഥലത്തേക്ക് യാത്ര തന്നെ പോയേക്കാന്ന്. ആ സ്ഥലത്തിന് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, ലോസ്റ്റ് ഐലൻഡ്. ലോസ്റ്റ് ഐലൻഡോ? നമുക്ക് എന്തായാലും പോയേക്കാം. ഞാൻ പോയി അമ്മയോട് പെർമിഷൻ ചോദിച്ചിട്ട് വരാമേ. ലോസ്റ്റ് ഐലൻഡ് കാണാൻ പോവുകയാണോ? അതിന്റെ അർത്ഥം എന്തോ നിധിയുണ്ടെന്നല്ലേ? വരൂ, നമുക്കും അവരെ പിന്തുടർന്നു പോകാം. ബോസ്, നമുക്കും നിധി തേടി പോയാലോ? ഞാനാണ് ജോൺ, ഞാനാണ് ജോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടു പത്തലു നിധി കണ്ടുപിടിക്കും, അത് തട്ടിയെടുക്കും ഈ ജോൺ. വേഗം ചെന്ന് പ്ലെയിനിനകത്ത് കയറിയിരിക്ക്. ലോസ്റ്റ് ഐലൻഡ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ബോസ്, അതാ നോക്കൂ.
ഇതിനെ പിടിച്ച് മാറ്റ്, ഇതിനെ പിടിച്ച് മാറ്റ്, എന്നെ രക്ഷിക്കും. അതെന്താ ബോസ് ഇപ്പൊ കവിതയൊന്നും വരുന്നില്ലല്ലോ? എപ്പ നോക്കിയാലും അവന്റെ ഒരു കവിത. ഓ, ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കടാ. അമ്മേ, അച്ഛാ. എന്റെ അത്തിപ്പാറ അമ്മച്ചി. ഇതെന്താ ഈ പറ്റിയത്? എനിക്ക് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി പ്ലെയിനിന്റെ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കുമോ? പൊളിച്ചെടുത്തല്ല. ഡോക്ടർ ഇതുവരെ ഉണ്ടാക്കിയതൊന്നും ഇതുവരെ ശരിക്കും വർക്ക് ചെയ്തിട്ടേ ഇല്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.